നമസ്തേ. ടോപ്പ് 787ലേക്ക് സ്വാഗതം. ഞായറാഴ്ചയാണെങ്കിലും അതിസമ്പന്നമായ ഒരു വാർത്താ ദിനമാണ് കടന്നു പോകുന്നത്. അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എന്തുകൊണ്ട് ഇന്ത്യ മുന്നണി എതിർക്കുന്നു, പ്രത്യേകിച്ച് മമതാ ബാനർജി എതിർക്കുന്നു എന്നതിന്റെ വളരെ കൃത്യമായ ഉത്തരം ലഭിച്ച ഒരു ദിവസമാണ് ഇന്ന്. മറ്റൊന്ന്, ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിന്റെ വേരുകൾ തേടിയുള്ള അന്വേഷണത്തിൽ ദേശീയ അന്വേഷണ ഏജൻസികൾ ഏർപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലേക്കും അതിന്റെ വേരുകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ശരണം വിളിയുടെ നാളുകളാണ്. ശബരിമല നട തുറന്നിരിക്കുന്നു. അങ്ങ് കൽപ്പാത്തിയിൽ ആ രഥോത്സവത്തിന്റെ മനോഹാരിത ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എല്ലാ വാർത്തകളും വിശദമായി നോക്കാം. ടോപ്പ് 787. മമതാ ബാനർജിയെ അധികാരത്തിലെത്തിച്ചത് ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരോ? ബംഗാളിലെ SIRൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കൊൽക്കത്ത ഗുൽഷൻ കോളനിയിൽ 2 ലക്ഷം താമസക്കാരുണ്ടെങ്കിലും SIRന് ശേഷം വോട്ടർ പട്ടികയിൽ ഇടം നേടിയത് 20,000 പേർ മാത്രം. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വന്നുപോകുന്ന ഭൂത് വോട്ടർമാരാണ് ഈ 2 ലക്ഷം താമസക്കാർ എന്നാണ് ആരോപണം. ഈ വോട്ട് ബാങ്ക് നഷ്ടമാകുമെന്ന ഭീതിയാണ് SIRനെതിരെ മമതാ ബാനർജി എതിർത്തതിന്റെ പിന്നിൽ. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വന്നപ്പോൾ ഏറ്റവും അധികം ഇതിനെതിരെ ശബ്ദമുയർത്തിയത് മമതാ ബാനർജിയാണ്. ഇവിടെ മുസ്ലിം വോട്ടർമാരെ ഇവിടുന്ന് ഓടിക്കാനുള്ള ശ്രമമാണ് എന്ന രീതിയിൽ കടുത്ത ആക്രമണം SIRനെതിരെ നടത്തിയത് മമതാ ബാനർജിയാണ്. അത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു എതിർപ്പ് ഉയർന്നത് എന്നതിൻ്റെ വളരെ കൃത്യമായ വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങൾ എന്തെല്ലാം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബംഗാളിലെ ഗുൽഷൻ കോളനിയിൽ ഈ BLOമാർ പരിശോധനയ്ക്ക് ചെന്നപ്പോൾ അവിടെ ഏതാണ്ട് 2 ലക്ഷം ആളുകൾ താമസിക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ പക്കലുണ്ടായിരുന്ന കണക്ക്. പക്ഷേ അവരവിടെ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ വീട് ഒഴിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആരും തന്നെ വീട്ടിലില്ല. അത് അന്വേഷിച്ചപ്പോൾ അവിടെ അത്തരം താമസക്കാർ ഇല്ല എന്ന വിവരമാണ് കിട്ടിയത്. ഒരു പക്ഷേ താമസക്കാർ ഉണ്ടായിരിക്കാം, അവർ ആ സ്ഥലത്തുണ്ടാകില്ല എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. ഒടുവിൽ അവിടുത്തെ ആളുകളുടെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ പട്ടിക നോക്കിയപ്പോൾ 20,000 പേർക്ക് മാത്രമാണ് അവിടെ വോട്ടുള്ളത്. കാരണം 90% ആളുകളും ഈ പട്ടികയ്ക്ക് പുറത്താണ് വോട്ടർ പട്ടികയ്ക്ക് പുറത്താണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അവർക്കാർക്കും തന്നെ വോട്ടവകാശം ഇല്ല എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. ഒടുവിൽ BLOമാർ തന്നെ ഒരു അനുമാനത്തിലെത്തിയത് ഇവർ ബംഗ്ലാദേശികൾ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്രയും കാലം മമതാ ബാനർജിയെ താങ്ങി നിർത്തിയത് ഈ ബംഗ്ലാദേശി വോട്ടർമാരാണ്. അവരായിരുന്നു മമതാ ബാനർജിയുടെ വോട്ട് ബാങ്ക്. പക്ഷേ ശക്തമായ പരിശോധന ആരംഭിച്ചതോടെ അവരിൽ പലരും ഈ കൃത്യമായ രേഖകളില്ലാത്തതിനാൽ ഈ അന്വേഷണവുമായി ഈ പരിശോധനയുമായി ഇപ്പോൾ സഹകരിക്കാതെ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു ഗുൽഷൻ കോളനിയുടെ മാത്രം കാര്യമല്ല. ഇത്തരം പല പോക്കറ്റുകൾ ബംഗാളിലുണ്ട്. ഈ ഗുൽഷൻ കോളനി എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ക്രിമിനൽ കോട്ട കൂടിയാണ്. ഇത്തരം ഗുൽഷൻ കോളനികൾ കേന്ദ്രീകരിച്ചാണ് മമതാ ബാനർജിയും അവരുടെ ഈ തൃണമൂൽ കോൺഗ്രസും വ്യാജ വോട്ടുകൾ, കള്ള വോട്ടുകൾ ചെയ്യിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ഇപ്പോൾ SIRുമായി ബന്ധപ്പെട്ട് BLOമാർ എത്തുമ്പോൾ വീടുകളിൽ 2 ലക്ഷം പേർ താമസിക്കുന്ന വീടുകളിൽ ആളില്ല. ആകെ കിട്ടിയത് 20,000 പേരുടെ രേഖകൾ മാത്രമാണ്. 90% പേരും വോട്ടർ പട്ടികയ്ക്ക് പുറത്താണ്. അപ്പോൾ ഇവർ ഇത്രയും കാലം വോട്ട് ചെയ്തിരുന്നത് അത് കള്ളവോട്ടാണ്, വ്യാജ വോട്ടാണ് എന്നുള്ളത് പുറത്തു വരികയാണ്. യഥാർത്ഥ വോട്ട് ചോരി നടത്തിയത് ഇന്ത്യ സഖ്യവും മമതാ ബാനർജിയും ഒക്കെയാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരം. ശരി ശ്രീകാന്ത്, ഈ ഗുൽഷൻ കോളനി എന്ന് പറയുന്നത് TMCയുടെ ഒരു ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന ഒരു കോളനിയാണ്. അവിടെ റോഹിംഗ്യൻസ് ഉണ്ട്, ബംഗ്ലാദേശികളുണ്ട്. അങ്ങനെ അനധികൃത കുടിയേറ്റക്കാരുടെ ഒരു വലിയൊരു ഇടമാണ് ഗുൽഷൻ കോളനി. ആ കോളനിയിലാണ് 2 ലക്ഷം പേർ താമസമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ SIR നടപ്പാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ആകെയുള്ളത് 20,000 വോട്ടർമാർ മാത്രം. അപ്പോൾ എങ്ങനെയാണ് മമതാ ബാനർജി വിജയിക്കുന്നത് എന്നതിൻ്റെ മാജിക്ക്, ഒപ്പം തന്നെ എന്തുകൊണ്ട് SIRനെ മമതാ ബാനർജി എതിർത്തു, ഇതിൻ്റെയൊക്കെ സത്യമാണ് ഇപ്പോൾ പുറത്തു വന്നത്.
ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ചെങ്കോട്ട ഭീകരാക്രമണത്തിന്റെ ലോഞ്ച് പാഡായ അൽ ഫലാഹ് ആശുപത്രിക്കെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. ഫരീദാബാദിലെ ആശുപത്രിക്കെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡോക്ടർമാർ അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഫരീദാബാദിലെ ദൌജിലുള്ള അൽ ഫലാഹ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി കൊടും ഭീകരരുടെ ലോഞ്ച് പാഡ് എന്നതിനു പുറമെ നിയമവിരുദ്ധ സ്ഥാപനം കൂടിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ചട്ടങ്ങൾ ലംഘിച്ചാണ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പ്രവർത്തിച്ചിരുന്നത് എന്ന് തെളിഞ്ഞതിന് പിന്നാലെ സ്ഥാപനത്തിനെതിരെ 2 എഫ്ഐആറുകൾ ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. UGC, NAC എന്നിവയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടി. ഇതിനിടെ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം മതപണ്ഡിതനും 2 ഡോക്ടർമാരുമടക്കം 4 പേർ പിടിയിലായി. ഇമാമുദ്ദീൻ എന്ന മുസ്ലിം മതപണ്ഡിതനാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. സ്ഫോടനം നടത്തിയ ഉമർ നബിയുമായി അടുത്ത ബന്ധമുള്ള മുഹമ്മദ്, മുസ്താഖിം എന്നീ ഡോക്ടർമാരും കസ്റ്റഡിയിലുണ്ട്. ഭീകരർക്ക് അമോണിയം നൈട്രേറ്റ് അനധികൃതമായി വിറ്റ ദിനേശ് എന്നയാളാണ് പിടിയിലായ മറ്റൊരാൾ. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത പുറത്തുവരുന്നത് ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും പരിശോധന വിവിധ സംസ്ഥാനങ്ങളിലെ അൽഫല ട്രസ്റ്റുകളുടെ പശ്ചാത്തലം സംബന്ധിച്ചാണ്. അൽഫലാഫ് യൂണിവേഴ്സിറ്റിയുടെ മാതൃസ്ഥാനമായ അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റുമായുള്ള ബന്ധം കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും കാസർഗോഡും അൽഫല ട്രസ്റ്റുകൾ അന്ന് അന്വേഷണം ആരംഭിച്ചിരുന്നു. നേരത്തെ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരുന്നു. ജനം ബ്രേക്കിംഗ്. ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചാണ് ഡൽഹി സ്ഫോടനം ആസൂത്രണം ചെയ്യപ്പെട്ടതെന്ന് വ്യക്തമായി കഴിഞ്ഞു. സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച വൈറ്റ് കോളർ ഭീകരരെ വളർത്തിയെടുത്തതും അൽഫലയിൽ തന്നെ. യൂണിവേഴ്സിറ്റിയുടെ മാതൃകാ സ്ഥാപനമായ അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. സമാനമായ പേരും പ്രവർത്തന രീതിയുമുള്ള അൽഫല ട്രസ്റ്റുകളെക്കുറിച്ചാണ് കേന്ദ്ര ഇന്റലിജൻസ് പരിശോധന നടത്തുന്നത്. കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റുകളുണ്ട്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിലാണ് അൽഫല ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നത്. ഈ ട്രസ്റ്റുകളുടെ പ്രവർത്തന രീതികൾ ഫരീദാബാദിലെ സ്ഥാപനത്തിന് സമാനമാണെന്നാണ് അന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. അൽഫല ട്രസ്റ്റുമായി ബന്ധമുള്ള നിരവധി മദ്രസകളും സ്കൂളുകളും വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടെന്നും അന്വേഷണ ഏജൻസിയുടെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സ്ഥാപനങ്ങൾക്ക് ഫരീദാബാദിലെ വിവാദ ട്രസ്റ്റുമായി എന്തെങ്കിലും വിധത്തിൽ ബന്ധമുണ്ടോ എന്നാണ് അന്വേഷിക്കപ്പെടുന്നത്. സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ, അംഗങ്ങൾ, പ്രവർത്തന രീതികൾ, സാമ്പത്തിക ഉറവിടം എന്നിവയെല്ലാം പരിശോധിക്കപ്പെടും. ജനം, തിരുവനന്തപുരം. ഇനി ശരണം വിളിയുടെ നാളുകളാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ സ്ഥാനമൊഴിയുന്ന മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. ഇപ്പോൾ മിഥുൻ മുരളി സന്നിധാനത്ത് നിന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. എല്ലാ വഴികളും ഈ ശരണപാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇന്ന് ആദ്യത്തെ ഒരു തിരക്ക്? നാളെ മുതലല്ലേ ദർശനം തുടങ്ങുക? ഒരു മണ്ഡലകാലത്തിനു കൂടി തുടക്കമായിരിക്കുകയാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട തുറന്നിരിക്കുകയാണ്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ സ്ഥാനമൊഴിയുന്ന മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. ഒട്ടേറെ തീർത്ഥാടകർ ഈ വൃശ്ചിക പുലരിയിൽ അയ്യനെ ഒന്ന് കാണാൻ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. മിഥുൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, എങ്ങനെയാണ് സന്നിധാനത്തെ കാഴ്ചകൾ? എങ്ങനെയാണ് അവിടുത്തെ ഒരു തിരക്ക്? നീലിമ, അഭൂതപൂർവമായിട്ടുള്ള ഭക്തജനത്ത് ആദ്യ ദിവസം അനുഭവപ്പെടുന്നത്. നട തുറന്ന് ഇപ്പോൾ 2 മണിക്കൂർ പിന്നിടുന്നു. പക്ഷെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. സന്നിധാന പ്രദേശങ്ങളുമെല്ലാം ഭക്തജനങ്ങൾ ഇന്നും നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നും പ്രധാനപ്പെട്ട ചടങ്ങ് നടന്നത് ഈ മേൽശാന്തിയുടെ അഭിഷേക ചടങ്ങാണ്. ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരി, നമ്പൂതിരി 2 ഒന്നും തന്നെ ഇന്നില്ല. യെസ്, ശബരിമലയിൽ നട തുറന്നിരിക്കുകയാണ്.
ഇനിയുള്ള ദിവസങ്ങളെല്ലാം ശബരിമലയിലേക്ക് അഭൂതപൂർവമായ ജനത്തിരക്കാണ് ഉണ്ടാകാൻ പോകുന്നത്. മിഥുനാണ് സന്നിധാനത്തു നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ശ്രമിച്ചത്. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് മിഥുനിലേക്ക് എത്താൻ. മിഥുൻ, എങ്ങനെയാണ് അവിടുത്തെ ഒരു തിരക്ക്? എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ? ഭൂതപൂർവമായിട്ടുള്ള ഭക്തജനത്തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നട തുറന്നിപ്പോൾ 2 മണിക്കൂർ പിന്നിടുന്നു. വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് ഇതുവരെയുമുള്ള സമയം വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വർഷം നട തുറക്കുന്ന ആദ്യ ദിവസം മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള സവിശേഷതയുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ നട തുറന്ന് ആദ്യ 2 ആഴ്ചകൾക്ക് ശേഷമാണ് തിരക്ക് അനുഭവപ്പെട്ടെങ്കിൽ ഇത്തവണ നട തുറന്ന ആദ്യ ദിവസം തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. 18-ാം പടിക്ക് താഴെ വലിയ തിരക്കുണ്ട്. മിനിറ്റിൽ 80-90 ഭക്തജനങ്ങളെ വീതം 18-ാം പടി കയറ്റി വിട്ടുകൊണ്ട് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള കാര്യങ്ങളുമായി പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നു. ഫ്ലൈ ഓവറിൽ പകുതിയിലധികവും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് ഈ നിയുക്ത മേൽശാന്തിമാരുടെ അഭിഷേക ചടങ്ങായിരുന്നു. വൈകിട്ട് 6:30 ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരി, മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരി 2 പേരുടെയും അഭിഷേക ചടങ്ങ് നടന്നു. ശബരിമല സോപാനത്തിൽ മുൻപിൽ വെച്ചാണ് ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയുടെ അഭിഷേക ചടങ്ങ് നടന്നത്. സമാനമായി തന്നെ അതേസമയം തന്നെ മാളികപ്പുറം മേൽശാന്തിയായി നിയുക്തനായിരിക്കുന്ന മനു നമ്പൂതിരിയുടെ അഭിഷേക ചടങ്ങും നടന്നു. ഈ 2 ചടങ്ങുകൾ മാത്രമാണ് പ്രധാനപ്പെട്ട ചടങ്ങായിട്ട് ഇന്ന് ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ അപ്പോൾ അയ്യനെ കാണാനുള്ള സൗകര്യം ഭക്തർക്ക് ലഭിക്കുകയാണ്. ഒപ്പം തന്നെ ഈ തീർത്ഥാടക കാലത്ത് ഒരു സൗകര്യവും ശബരിമലയിൽ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അയ്യപ്പന്മാരെ എത്തിയിട്ടും എരുമേലിയിൽ ശുചിമുറികൾ തുറക്കാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ലേലം പോകാത്തതിനാൽ പ്രധാന ശുചിമുറികൾ ഒന്നും തുറന്നില്ല. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലാണ്. ലേലം നടക്കും വരെ ശുചിമുറികൾ സൗജന്യമായി തുറന്നു കൊടുക്കണമെന്നാണ് അയ്യപ്പ സേവാ സമാജം ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ ആവശ്യപ്പെടുന്നത്. ആ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം നമുക്ക്. ശബരിമല നട തുറക്കുന്നതിന് മുന്നോടിയായി അയ്യപ്പന്മാർ ഇന്നലെ മുതൽ എരുമേലിയിലെത്തി. പേട്ടതുള്ളലിനും സ്നാനത്തിനും മാത്രമല്ല, ദീർഘയാത്രയ്ക്ക് ശേഷമുള്ള വിശ്രമത്തിനും പ്രാഥമിക കൃത്യങ്ങൾക്കും അയ്യപ്പന്മാർ ആശ്രയിക്കുന്നത് എരുമേലിയെയാണ്. എന്നാൽ എരുമേലിയിലെ ദേവസ്വം ബോർഡിന്റെ ശുചിമുറികൾ പലതും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ലേലം പോകാത്തതാണ് ശുചിമുറികൾ തുറക്കാത്തതിന് കാരണം. തിരക്കേറിയതോടെ ദുരിതത്തിലായത് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരാണ്. இது பாத்ரூம் இது ரொம்ப மும்முரமான உள்ள பாத்ரூம், மெயின் பாத்ரூம். கண்டிப்பா இது ஓபன் பண்ணணும் தானே. சோ இது ஓபன் பண்ணாம மத்த பாத்ரூம் ஓபன் பண்ணி என்ன பண்ணுறது? ஆமாவா இல்லையா? இது கோயில் தேவஸ்தானம், அது கண்டிப்பா இந்த பாத்ரூம் தானே ஓபன் பண்ணணும். சோ இதை ஓபன் பண்ணாம அங்கேயும் இங்கேயும் அலையிறது ரொம்ப கஷ்டமா இருக்கு. இப்ப பாரு, பொம்பளைங்க எப்படி போவாங்க? ஆம்பளை பரவாயில்ல ஏதோ போயிருவாங்க, பொம்பளைங்க எப்படி போவாங்க? சோ இந்த மெயின் பாத்ரூம். சோ மெயின் பாத்ரூமே ஓபன் பண்ணாம நாங்களா எங்க போறது? കഴിഞ്ഞ ദിവസങ്ങളിൽ ലേലം സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും ആരും എടുത്തില്ല. പക്ഷേ അതിന്റെ പേരിൽ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നത് അംഗീകരിക്കാനാവില്ല. ലേലം നടക്കും വരെ ദേവസ്വം ബോർഡ് ശുചിമുറികൾ സൗജന്യമായി തുറന്നു കൊടുക്കണമെന്ന് അയ്യപ്പ സേവാ സമാജം ആവശ്യപ്പെട്ടു. ഇവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ലേലത്തിൽ പോയില്ല എന്നുള്ളതാണ്. ഒരു ബാത്റൂം മാത്രമേ നിലവിൽ ഇപ്പോൾ ലേലത്തിൽ പോയിട്ടുള്ളൂ. പക്ഷേ ശബരിമല തീർത്ഥാടനമായിട്ട് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ വരുന്നതും ഒക്കെ എരുമേലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പൊ അതിനോട് അടുത്തുള്ള ഒരു ബാത്റൂമാണ് ഈ ലേലത്തിൽ പോകാത്തത്. അതുകൊണ്ട് നിലവിൽ അയ്യപ്പ ഭക്തന്മാർക്ക് സ്വകാര്യ കക്കൂസുകളെയും ബാത്റൂമുകളെയൊക്കെ സംരക്ഷിക്കേണ്ട ബാത്റൂമിലൊക്കെ പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഒന്നില്ലെങ്കിൽ അത് ദേവസ്വം ബോർഡ് തന്നെ അയ്യപ്പഭക്തന്മാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ ലേലം ചെയ്യാനുള്ള വ്യവസ്ഥ ചെയ്യുക. ലേലം വന്നില്ലെങ്കിൽ അടിയന്തരമായിട്ട് അത് ദേവസ്വം ബോർഡിന്റെ സ്റ്റാഫിനെ ഇരുത്തി അയ്യപ്പഭക്തന്മാർക്ക് സൗജന്യമായി തന്നെ തുറന്നു കൊടുക്കാൻ. അതേസമയം തുടർന്നുള്ള ദിവസങ്ങളിൽ ലേലം നടന്നാൽ പോലും ശുചിമുറികൾ പ്രവർത്തന സജ്ജമാക്കാനും ദിവസങ്ങൾ വേണ്ടിവരും. ഈ ദിവസങ്ങൾ അത്രയും ശുചിമുറികൾ നടത്തുന്ന സ്വകാര്യ വ്യക്തികൾക്ക് അയ്യപ്പന്മാരെ ചൂഷണത്തിനുള്ള വഴിയൊരുക്കുകയാണ്. ജനം, കോട്ടയം. പമ്പയിൽ നടന്നത് ആർഭാട ധൂർത്ത് സംഗമം. അയ്യപ്പ സംഗമത്തിന് ചെലവാക്കിയത് 5 കോടി രൂപ. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഈവന്റ് മാനേജ്മെന്റിനും ചെലവ് 1,64,00,000. അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയ്ക്ക് ഒരു ഗുണവും ഉണ്ടായില്ല എന്ന വിമർശനം നിലനിൽക്കെയാണ് ജനം TV ഈ കണക്കുകൾ പുറത്തുവിടുന്നത്. പുണ്യനദിയായ പമ്പയുടെ തീരത്ത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള അത്യാധുനികമായ സൗകര്യങ്ങളായിരുന്നു ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് വേണ്ടി ഒരുക്കിയിരുന്നത്. അയ്യപ്പ ഭക്ത സംഗമം നടത്തിയ ആ സമയത്ത്
വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുപരിയായി അതിനപ്പുറത്തേക്കുള്ള വാഗ്ദാനങ്ങളും നൽകിയിരുന്നു. കേവലം ഒറ്റ ദിവസത്തെ സംഗമത്തിന് പമ്പയിലൊരുക്കിയത് അത്യാഡംബര സൗകര്യങ്ങൾ, ആയിരങ്ങൾക്കിരിക്കാൻ കഴിയുന്ന ശീതീകരിച്ച ജർമ്മൻ പന്തൽ, സമൃദ്ധമായ ഭക്ഷണം. എന്നാൽ ഇതിനൊക്കെ എത്ര രൂപ ചെലവായി? $5 കോടി ചെലവഴിച്ചാണ് പമ്പയിൽ ആഡംബര സംഗമമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക്. ഒറ്റ ദിവസത്തെ ഭക്ഷണത്തിന് മാത്രം 21 ലക്ഷം എണ്ണി നൽകി. PR വർക്കിന് 25 ലക്ഷം, അതിഥികളുടെ സ്വീകരണങ്ങൾക്കും പാരിതോഷികങ്ങൾക്കും 50 ലക്ഷം രൂപ, സംഗമത്തിന്റെ മുന്നൊരുക്കത്തിന് 25 ലക്ഷം രൂപ ചെലവഴിച്ചു. വേദിയുടെ അലങ്കാരത്തിന് 20 ലക്ഷമാണ് നഷ്ടമായത്. ഈ കണക്കുകൾ പൂർണ്ണമല്ല. കണക്കുകൾ സമർപ്പിക്കാൻ 2 മാസം കൂടി സമയം ചോദിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയോട്. സംഗമം നടന്ന് 45 ദിവസത്തിനുള്ളിൽ പരിപാടി നടത്തിപ്പിന്റെ സുതാര്യമായ കണക്ക് നൽകാനായിരുന്നു ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. എന്നാൽ ഇതും പാലിക്കാനായില്ല. വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, ആഗോള അയ്യപ്പ ഭക്തസംഗമം കൊണ്ട് എന്താണ് ഗുണം? ആർക്കാണ് ഇതിൽ നിന്നുണ്ടായ നേട്ടങ്ങൾ? ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം സന്നിധാനം. കണ്ണൂർ പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസറെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള വാർത്തകൾ പുറത്തുവന്നു. ഏറ്റുകുടുക്ക സ്വദേശി അനീഷ് ജോർജാണ് മരിച്ചത്. കുന്നരു AUP സ്കൂളിലെ പ്യൂണാണ് അനീഷ്. ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ കണ്ണൂർ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. ചില രാഷ്ട്രീയ കാരണങ്ങൾ ഇതിന്റെ പുറകിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. ഇന്ന് പകൽ 11ഓടെയാണ് സംഭവം. വീട്ടിലെ കിടപ്പുമുറിയിലാണ് അനീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. നിലവിൽ ബൂത്ത് ലെവൽ ഓഫീസറായി ജോലി ചെയ്യുന്നുണ്ട്. പയ്യന്നൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. കഴിഞ്ഞ ദിവസം വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു അനീഷെന്ന് കുടുംബം പറയുന്നു. അനീഷിന് മരണത്തിന് പിന്നിൽ രാഷ്ട്രീയമായ കാരണങ്ങളെന്ന ആരോപണവും ഉയരുന്നുണ്ട്. തുടക്കം മുതൽ അവൻ്റെ കൈ കിട്ടി. അപ്പോൾ അവനങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അങ്ങനെ വലിയ ഇറങ്ങി പ്രവർത്തിക്കുന്നു അങ്ങനത്തെ ഒന്നുമല്ല. ഒരു പാവ ശാന്ത സ്വഭാവക്കാരനായിരുന്നു. പക്ഷെ അങ്ങനെ നാട്ടുകാരായിട്ടും അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു ഇറങ്ങി നാട്ടിലേക്ക് പോകുന്ന ആളല്ല. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് 2 BLA-മാർ, 2 പാർട്ടിയുടെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും BLA-മാരെ അറിയിച്ച് ഇറങ്ങാൻ വേണ്ടിയുള്ള ഇതിലേക്ക് ചെയ്തു കഴിഞ്ഞപ്പം CPM-ൻ്റെ BLA വന്നില്ല. അപ്പം മറ്റേ കോൺഗ്രസിൻ്റെ BLA-യും കൂട്ടിയിട്ട് വീട് കവർ ചെയ്യാൻ വേണ്ടി പോയപ്പം അവിടുന്ന് ഇവനെ വിളിച്ച് ഇതാക്കി, ഇങ്ങനെ ഒരാളെയും കൂട്ടിയിട്ട് പോരുതെന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഇത് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേ BLA വേണ്ട, ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടാവും മുന്നോട്ട് പോകണം. അപ്പോൾ അന്ന് തന്നെ കോൺഗ്രസിൻ്റെ BLA ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല, ഇത് പോകുന്നുണ്ട് 2 ആളും കൂടി പോകണം എന്നുള്ള രീതിയിൽ തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കൊക്കെ പരാതി നൽകുകയുണ്ടായി. പിന്നെ അവൻ തന്നെ തീരുമാനിച്ചു എന്നാൽ ഒറ്റയ്ക്ക് പോയേക്കാം. ഇപ്പോൾ അവസാന നിമിഷം വന്നപ്പം അവനത് തീരാത്തതിൻ്റെ ഒരു സമ്മർദ്ദം. ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടപ്പോഴും ഇത് തീർന്നിട്ടില്ല, നാളെ കൊണ്ട് അത് കൊടുത്ത് തീർക്കണം എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുകയുണ്ടായി. CPM-കാരായ BLO ഇല്ലാതെ SIR നടപടികൾക്ക് പോയതിന്റെ പേരിൽ ഭീഷണി ഉണ്ടായിരുന്നെന്ന ആരോപണവും ഉയരുന്നു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ ഒരു BLO ഇന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അദ്ദേഹം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ BLA-മാരായിട്ടുള്ളവരെയും കൂട്ടിയിട്ടാണ് വീടുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടേതല്ലാതെ മറ്റുള്ള പാർട്ടിക്കാരുടെ BLA-മാരെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് BLO ആയിട്ടുള്ള അനീഷ് ജോർജ്, ബൂത്ത് നമ്പർ 1, അദ്ദേഹത്തിന് നേരെ ഭീഷണി, സമ്മർദ്ദങ്ങളൊക്കെ പല ദിവസങ്ങളായി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്ത നിലയിലാണ് കാണപ്പെട്ടിട്ടുള്ളത്. അതേസമയം BLOയുടെ ആത്മഹത്യയിൽ വിശദമായ അന്വേഷണത്തിന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ നിർദ്ദേശം നൽകി. ജനം, കണ്ണൂർ. ഈ ജൻസി പ്രക്ഷോഭം മറ്റു ചില രാജ്യങ്ങളിലേക്കൊക്കെ കൂടി വ്യാപിച്ചിരിക്കുകയാണ്. പ്രസിഡന്റിനും സർക്കാരിനുമെതിരെ മെക്സിക്കോയിലും ജൻസി പ്രക്ഷോഭം. മേയർ കാർലോസ് മോൻസോയെ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പ്രക്ഷോഭം അരങ്ങേറിയത്. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനടുത്തേക്ക് പ്രക്ഷോഭകർ ഇരച്ചെത്തി. അക്രമങ്ങളിൽ 120 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്.
ഇനി നമ്മൾ പോകുന്നത് കൽപ്പാത്തിയിലേക്കാണ്. കൽപ്പാത്തിയിൽ രഥപ്രയാണം ആരംഭിച്ചു. ലക്ഷ്മി നാരായണ പെരുമാളിൻ്റെയും ചാത്തപുരം പ്രസന്ന മഹാഗണപതിയുടെയും മന്ദക്കര മഹാഗണപതിയുടെയും വിശാലാക്ഷി വിശ്വനാഥ സ്വാമിയുടെയും പരിവാര ദേവതകളുടെയും രഥം അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തുകയാണ്. ദേവരഥ സംഗമം ഉടൻ നടക്കും. ഗ്രാമപ്രദക്ഷിണം നടത്തി 5 രഥങ്ങൾ തേരുമൂട്ടിൽ സംഗമിക്കും. വലിയ തിരക്കാണ് അഗ്രഹാര വീഥികളിൽ അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ഈ അഗ്രഹാര തെരുവുകളിൽ നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ദേവരഥ സംഗമം ഇപ്പോൾ പുരോഗമിക്കുന്നത്? നീലിമ, കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളിൽ ദേവരഥങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി പ്രയാണം നടത്തുകയാണ്. ഏതായാലും ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു 6:30 ശേഷമാണ് 5 രഥങ്ങൾ തേരുമുട്ടിയിൽ സംഗമിച്ചത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷം ചാത്തപ്പുരത്തെ പ്രസന്ന മഹാഗണപതിയുടെയും അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ പെരുമാളിന്റെയും രഥങ്ങൾ ആദ്യം അഗ്രഹാര വീഥികളിൽ പ്രയാണത്തിന് വിശ്വാസികൾക്കിടയിലൂടെ ഉരുണ്ട് തുടങ്ങി. പിന്നീട് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയും അതുപോലെ തന്നെ വള്ളി ദൈവാന സമേതനായ സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഗണപതിയുടെയും രഥങ്ങളും ഉരുണ്ട്. അങ്ങനെ പിന്നീട് ലക്ഷ്മി നാരായണ പെരുമാൾ സ്വാമിയുടെ രഥം മന്ദക്കര മഹാഗണപതിയുടെ ഭാഗത്തെത്തി. അവിടെ നിന്നും തിരികെ പുതിയ കൽപ്പാത്തിയുടെ മധ്യഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും മന്ദക്കര മഹാഗണപതിയുടെ രഥവും പുതിയ കൽപ്പാത്തിയുടെ മധ്യഭാഗത്തേക്ക് എത്തിയിരുന്നു. അങ്ങനെ മന്ദക്കര മഹാഗണപതിയും ലക്ഷ്മി നാരായണ പെരുമാളും ഈ പുതിയ കൽപ്പാത്തിയുടെ മധ്യഭാഗത്ത് വെച്ച് സംഗമിച്ചപ്പോൾ ഒരു അമ്മാവനും മരുമവനും സംഗമിക്കുക എന്നുള്ളതാണ്. കൽപ്പാത്തിയിലെ മനോഹര ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ടോപ്പ് 7 at 7 ഇപ്പോൾ അവസാനിക്കുകയാണ്. ഇനി കാണാം ആക്ഷേപഹാസ്യ പരിപാടി കണ്ടതും കേട്ടതും. നമസ്തേ.